വമ്പൻ ഒരു സർപ്രൈസുമായാണ് നമ്മുടെ മുന്നിലേക്ക് മോഹൻലാൽ എത്താൻ പോകുന്നത് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന സൂചനകൾ നൽകുന്നത്. മോഹൻലാലിന്റെ നിരവധി സിനിമകൾ അണിയറയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. അതിൽ തന്നെ ആരാധകർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ചില കോംബോകൾ വരാൻ പോകുന്നു എന്നത് കുറെ നാളുകൊണ്ടേ അവർ പറയുന്നതാണ്. അടുത്തിടയ്ക്ക് പല സംവിധായകരും മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹം വരെ പ്രകടിപ്പിച്ചു. കാരണം തുടരും എന്ന ചിത്രം മാത്രം. തുടരും എന്ന ചിത്രത്തിന് ഇത്ര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോൾ ഒരു കുഞ്ഞു പടം വെച്ചിട്ട് മോഹൻലാലിന് സർവ്വകാല റെക്കോർഡുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ്. ദൃശ്യവും പുലിമുരുകനുമൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഓളമാണ് തുടരുമെന്ന കൊച്ചു ചിത്രം വെച്ച് മോഹൻലാൽ ഇന്നുണ്ടാക്കുന്നത്. ദൃശ്യം അത് ഒരു സെൻസേഷണൽ ആയിരുന്നു, വ്യത്യസ്തമായ ഒരു കഥ പറച്ചിൽ. എന്നാൽ തുടരുമെന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ എല്ലാ ജോണർ മൊമെന്റുകളും കടന്നു വരുന്ന ഒരു ചിത്രം. എന്നാൽ മോഹൻലാലിന് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഓളങ്ങൾ ഈ ചിത്രം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ പല റെക്കോർഡുകളും സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓളത്തിൽ മോഹൻലാലിന്റെ ഗംഭീര ചില സിനിമകളും കോമ്പിനേഷനുകളും വന്നാൽ അത് അതുപോലെ പ്രസന്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഒരു മഹാവിജയം തന്നെയായിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു ഗംഭീര സർപ്രൈസ് വരുന്നു എന്ന കാര്യം സൂചനകൾ നൽകി മൂവി അനലിസ്റ്റുകൾ വരുന്നത്. അതിൽ വരാൻ പോകുന്നത് അമൽ നീരദ് മോഹൻലാൽ സിനിമയുടെ ഗംഭീര അനൗൺസ്മെന്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ആ കാര്യം തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര സർപ്രൈസ് വരാൻ പോകുന്നു എന്ന കാര്യം അവർ പറയുന്നു. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു വെക്കുന്നില്ല. എന്തായാലും വരാൻ പോകുന്നത് അമൽ നീരദ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രം തന്നെ. ആശീർവാദിന്റെ അടുത്ത പ്രോജക്റ്റ് ഇതായിരിക്കും. ഈ മാസം തന്നെ ആ ഒരു പ്രഖ്യാപനം ചിലപ്പോൾ നടന്നേക്കാം. കാരണം മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ബർത്ത്ഡേ അനൗൺസ്മെന്റ് ഇതായിരിക്കുമോ എന്ന സൂചനയാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത്. എന്തായാലും ഉറപ്പിച്ചോ, അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. ആശീർവാദിന്റെ അടുത്ത പ്രോജക്റ്റ് ഒരു മോഹൻലാൽ അമൽ നീരദ് പടം. ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാനുണ്ട്. തരുൺമൂർത്തി അവതരിപ്പിച്ചതുപോലെ മോഹൻലാലിനെ കൊണ്ടുവരണം എന്നത്. എല്ലാ മേഖലയിലും പോസിറ്റീവ് നൽകിക്കൊണ്ടുള്ള തരുൺമൂർത്തിയുടെ മോഹൻലാലിന്റെ ഫാൻ ബോയ് പടം നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അത് ഇരുകൈ നീട്ടി നമ്മൾ സ്വീകരിക്കുകയായിരുന്നു. കണ്ട ആ നിമിഷം തന്നെ പറഞ്ഞു ഇതൊരു ബമ്പർ ഹിറ്റ് ആകുമെന്ന്. അത് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 13 ദിവസം കൊണ്ട് 80 കോടി രൂപ തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടി. 80 കോടി നേടുമ്പോൾ മോഹൻലാൽ പിന്നിലാക്കുന്നത് പല വമ്പൻ ചിത്രങ്ങളെയാണ്. ഈ വമ്പൻ ചിത്രങ്ങളെ മറികടന്ന് തുടരുമെന്ന ചിത്രം 80 കോടിയിൽ എത്തുമ്പോൾ ഇനി ഈ മോളിവുഡിനെ മോഹൻലാൽ വുഡ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ടോപ്പ് ഗ്രോസറിൽ 3 എണ്ണവും മോഹൻലാൽ സിനിമയാണ്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2018 എന്ന ചിത്രം, തൊട്ടുപുറകിൽ എമ്പുരാൻ, അതിനു പുറകിൽ പുലിമുരുകൻ, അതിന് തൊട്ടുപുറകിൽ തുടരും എന്നിങ്ങനെയാണ് പോയിരിക്കുന്നതും. എന്നാൽ വേൾഡ് വൈഡിലോ 3ാമത്തെ സ്ഥാനം. തുടരുമെന്ന ചിത്രം 3ാമതാണ് എത്തി നിൽക്കുന്നത്. എമ്പുരാനും മഞ്ഞുമൽ ബോയ്സും ഇപ്പോൾ തുടരും. അതും വെറും 13 ദിവസം കൊണ്ട് 178 കോടിയാണ് ഇതുവരെ വേൾഡ് വൈഡിൽ തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത്. 4 എണ്ണത്തിലും 3ഉം ഒരാളുടെ പേരിൽ ഇത് മോഹൻലാൽ വുഡ് എന്ന് പറയണം എന്ന് കേരള ബോക്സ് ഓഫീസിലെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അവർ പറയുകയാണ്. 2016 മോഹൻലാൽ തുടങ്ങി വെച്ച ആ റെക്കോർഡ് പുലിമുരുകനായിരുന്നു. 80 കോടി മറികടക്കുന്ന ചിത്രം. 2018 മൂവി 2023 80 കോടി മറികടക്കുകയുണ്ടായി. പിന്നീട് വന്ന എമ്പുരാൻ 2025 തന്നെ 80 കോടി മറികടന്നു. ഇപ്പോഴിതാ തുടരും. 2025 തന്നെ മറ്റൊരു 80 കോടി മോഹൻലാൽ തീർത്തു കേരള ബോക്സ് ഓഫീസിൽ. ഈ 80 കോടി ഇനി 100 കോടിയാകാൻ വലിയ താമസമൊന്നുമില്ലെന്നാണ് ട്രാക്കർമാരുടെ പറച്ചിലുകളും. തുടരും പുലിമുരുകനെയും എമ്പുരാനെയും മറികടക്കും. അതും കേരള ബോക്സ് ഓഫീസിൽ നാളത്തെ ദിവസം കൊണ്ട് തന്നെ അത് മറികടക്കുമെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്നത് സാറ്റർഡേയോ സൺഡേയോ കഴിയുമ്പോൾ അത് തുടരുമെന്ന ചിത്രം ട്രാക്കർമാരുടെ കണക്കുകളനുസരിച്ച് ഉറപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഓളം നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ അടുത്ത സിനിമ ഇതുപോലെ ആ ഓളത്തിൽ സമ്മാനിച്ചാൽ പിന്നെ ലഭിക്കാൻ പോകുന്നത് മോളിവുഡിന്റെ ചരിത്രത്തിലെ 3ാമത്തെ ഗംഭീര ഹിറ്റുകളിൽ ഒന്നായിരിക്കും. എന്തായാലും അത് ഉറ്റുനോക്കുന്നത് ഇതുപോലുള്ള കോമ്പിനേഷനുകളിലാണ്. മോഹൻലാലും അമൽ നീരദും ഒന്നിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, എക്സ്ട്രാ ഹൈപ്പും ഒക്കെ ആ ചിത്രത്തിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പോലും പറയുന്നുണ്ട് മോഹൻലാലിനെ പ്രസന്റ് ചെയ്യേണ്ട രീതി അത് എങ്ങനെയായാലും ഒരു ഫാൻ ബോയ് ആയാലും ക്രിയേറ്റ് ചെയ്യേണ്ടത് തരുൺമൂർത്തി ചെയ്തതുപോലെ ചെയ്യണം എന്ന രീതിയിൽ. തരുൺമൂർത്തി ആ സ്റ്റോറിയിൽ നിന്നുകൊണ്ട് തന്നെ മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തന്നു. അതിലെ ഒരു സീനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതും. അതിൽ തന്നെ ഏറ്റവും ഗംഭീര സീൻ, ബാത്റൂം സീനിൽ ലാലേട്ടൻ ഇമോഷണൽ ആകുന്ന ഒരു സീനുണ്ട്. ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന ചില കഥകൾ അദ്ദേഹം പറയുകയാണ്. ബാത്റൂം സീനിൽ ലാലേട്ടൻ വീണത് കണ്ടപ്പോൾ ടെൻഷനായി കട്ട് വിളിക്കാൻ പോയ തന്നെ തടഞ്ഞത് പ്രകാശ് പുറമേയും വിനുപ്പപ്പുവും ആണെന്നും ആ സീൻ തനിക്കായി ലാലേട്ടൻ തന്ന ഗിഫ്റ്റ് ആണെന്ന് അവർ പറഞ്ഞെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട്. ബാത്റൂം സീനിൽ ലാലേട്ടൻ അകത്ത് നിൽക്കുമ്പോൾ ഞാനാണ് ഇപ്പുറത്ത് നിന്ന് ശോഭന മാം പറയേണ്ട ഡയലോഗുകൾ പറയുന്നത്. ഡയലോഗ് കേട്ട് വാപൊത്തി പെട്ടെന്ന് സ്ലിപ്പായി അദ്ദേഹം വീണു. അദ്ദേഹം വീണപ്പോൾ എന്റെ ടെൻഷൻ ലാലേട്ടൻ എന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നു. 65 വയസ്സുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധയില്ലാതെ യൂസ് ചെയ്തോ എന്നുള്ള ടെൻഷൻ കട്ടുപിടിക്കാൻ ഞാൻ മൈക്ക് എടുത്തു. പക്ഷെ അപ്പോഴും പുള്ളി പെർഫോമൻസ് നിർത്തുന്നില്ല. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഇത് പെർഫോമൻസ് ആണോ അബദ്ധം പറ്റിയതാണോ എന്ന ചിന്തയായി എനിക്ക്. പെട്ടെന്ന് പ്രകാശ് വർമ്മ എന്നെ തടഞ്ഞുകൊണ്ട് ഇത് അദ്ദേഹം നിനക്കായി തരുന്ന ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഉടനെ ബിനുവും എന്റെ തോളിൽ തട്ടിയിട്ട് കിട്ടി മോനെ കിട്ടി, ഇത് പുള്ളി നിനക്ക് തരുന്നതാടാ എന്ന് പറഞ്ഞു. കട്ട് വിളിച്ചതിന് ശേഷം ഞാൻ ഓടി ലാലേട്ടന്റെ അടുത്ത് പോയി. ഞാൻ പോയിട്ട് ലാലേട്ട ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഓൻ ഓക്കെ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. DOP ഷാജി ചേട്ടൻ ഓക്കെ, നല്ലൊരു ഷോട്ട് കിട്ടിയതിന്റെ സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞ് ഇരിപ്പുണ്ട്. ഞാൻ പുള്ളിയോട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത് അദ്ദേഹം നോക്കുമ്പോൾ ഷോട്ടിന് മുമ്പ് ലാലേട്ടൻ തോളുകൊണ്ട് ഭിത്തിയിലൊക്കെ വെച്ച് നോക്കുന്നത് കണ്ടു. അപ്പോ കൊളാപ്സ് എന്ന് നീ പറഞ്ഞപ്പോ അങ്ങനെ ചെയ്യാനായിരിക്കും പുള്ളിക്ക് തോന്നിയത് എന്നാണ് തരുൺമൂർത്തി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരു പെർഫോമർ ലാലേട്ടനെയാണ് ഇനി വരുന്ന സിനിമകളിലും ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ചില സംഭവങ്ങൾ നൽകിയാൽ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കും.
സ്വീകരിക്കും. അങ്ങനെയുള്ള സിനിമകളാണ് തരേണ്ടതെന്ന് ഓരോ പ്രേക്ഷകനും ഓരോ സംവിധായകരോടും എഴുത്തുകാരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ മോഹൻലാലിനെ ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിച്ചാൽ പ്രേക്ഷകരും ഹാപ്പി, തിയേറ്ററിൽ വരുന്ന ഈ ചിത്രം ബമ്പർ ഹിറ്റ് ആകുമെന്നും ഉറപ്പിക്കാം. എന്തായാലും അമൽ നീരദ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമയുടെ സൂചനയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഒരു പ്രഖ്യാപനമായി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ വന്നേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്നേ ദിവസം ഈ ഒരു കാര്യമാണ് മൂവി അനലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞതും.